ജമ്മുകശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. നുഴഞ്ഞു കയറിയ ഭീകരരെയാണ് വധിച്ചത്. ഹിരാം നഗറിൽ അതിർത്തിക്കടുത്ത് വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കഴിഞ്ഞ 5 ദിവസമായി പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, കത്വ അശാന്തമായി തുടരുകയാണ്, എന്താണ് വിശദാംശങ്ങൾ? അൽനബിയാർ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കത്വയിലെ ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി വീരമൃത്യു വരിച്ചു എന്ന വിവരമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നത്. കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി കത്വയിൽ ഹിരാനഗറിലെ വനമേഖലയിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭീകരരും തമ്മിൽ തുടർന്നു വരികയാണ്. അതിൽ ഇപ്പോൾ ആകെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടമായിട്ടുള്ളത്. 3 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. വൻ ആയുധശേഖരവുമായാണ് ഭീകരർ തമ്പടിച്ചിട്ടുള്ളത്. റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ ഈ ഭീകരർ സൈന്യത്തിന് നേരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഏറ്റുമുട്ടൽ കത്വയിൽ ഹിരാനഗറിലെ വനമേഖലയിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് 5 കിലോമീറ്ററിനകത്താണ് ഭീകരരുടെ സാന്നിധ്യം സുരക്ഷാ സേന കണ്ടെത്തിയത്. പിന്നീട് സൈന്യവും CRPF-ഉം ജമ്മു കശ്മീർ പോലീസിലെ സ്പെഷ്യൽ സെല്ലും സംയുക്തമായാണ് ഇത്തരത്തിലൊരു പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. ഭീകരരെ കണ്ടെത്തുകയും അതിശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തു. രാജ്യത്തിന് വേണ്ടി 4 ഉദ്യോഗസ്ഥർ, ജമ്മു കശ്മീർ പോലീസിലെ 4 ഉദ്യോഗസ്ഥർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഒരു DYSP ഉൾപ്പെടെ 3 പേർ പരിക്കേറ്റ് നിലവിൽ ജമ്മുവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിർത്തി കടന്നെത്തിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിർത്തി വഴി വൻ ആയുധശേഖരവുമായി നുഴഞ്ഞു കയറിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഇനിയും 4 ഭീകരർ കൂടി വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിഗമനം. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും സംയുക്തമായിക്കൊണ്ട്, അതായത് സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളും ഒപ്പം CRPF-ഉം ജമ്മു കശ്മീർ പോലീസും സംയുക്തമായിട്ടുള്ള ഭീകര വിരുദ്ധ നടപടികൾ കത്വയിൽ സ്വീകരിച്ചു വരികയാണ്. 4 ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ തിരിച്ചടി അതിർത്തി മേഖലയിൽ സൈന്യം നൽകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കൊല്ലപ്പെട്ടിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ്. അതായത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് IB നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, പാക് ചാരസംഘടനയായിട്ടുള്ള ISI-യും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് ജമ്മു കശ്മീരിൽ സാധാരണക്കാർക്കിടയിൽ ഭീകരാക്രമണം നടത്താനും ജനങ്ങളെ ഭയപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാനും ഗൂഢാലോചന നടത്തി എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലാണ് അതിർത്തിയിൽ ഈ വൻ ആയുധശേഖരവുമായി ഭീകരർ എത്തിയത്. എന്നാൽ വനമേഖലയ്ക്ക് അപ്പുറത്തേക്ക്, അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടക്കാതെ അവരെ നേരിടാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സൈന്യത്തിന്റെ ശക്തമായ നിരീക്ഷണത്തിലൂടെ സാധിച്ചു. ഏതായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ മേഖലയിൽ ആദ്യം ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത്. ആ സമയം മുതൽ സൈന്യത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്തമായുള്ള നടപടിയും പരിശോധനയും മേഖലയിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടെ വീണ്ടും കനത്ത ഏറ്റുമുട്ടലും വെടിവെപ്പും മേഖലയിൽ ഉണ്ടായി. 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. 4 ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. അനിൽ നമ്പ്യാർ. ജമ്മു കശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. നുഴഞ്ഞു കയറിയ ഭീകരരെയാണ് വധിച്ചത്. ഹിരാനഗറിൽ അതിർത്തിക്കടുത്ത് വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കഴിഞ്ഞ 5 ദിവസമായി പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.